VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ആയിരക്കണക്കിന് ജനങ്ങൾ ഇപ്പോഴും തടിച്ചുകൂടി നിൽക്കുകയാണ് AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് മുന്നിൽ. ഞങ്ങളുടെ പ്രതിനിധി ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുകയാണ്. ഹാഷ്മി, ഇത്രയും നേരം കഴിഞ്ഞിട്ടും ആളുകൾ പിരിഞ്ഞു പോകുന്നില്ല. VS എന്ന അതികായൻ്റെ ജീവിത ദൗത്യം തന്നെ അവർക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നു. ഉറപ്പായും ഇത്ര സമയമായിട്ടും സമയം 11 മണിയാകുന്നു, 11 മണി കഴിയുന്നു. എന്നിട്ടും ആളുകൾ പിരിഞ്ഞു പോകുന്നതിന് മാത്രമല്ല കൂടുതൽ ആളുകൾ VS-നെ കാണാൻ വേണ്ടി AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഇവിടെ നിന്ന് നേരത്തെ ഒരു മഹാസമുദ്രം, ഒരു ജനമഹാസമുദ്രം പോലെ ജനസഹസ്രങ്ങളുടെ ഒരു വലിയ ആൾക്കൂട്ടമായിരുന്നു. എങ്കിൽ അതിനെ ഏറെ പണിപ്പെട്ട ഒരു ക്യൂ രൂപത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ആ ക്യൂ നേരത്തെ നമ്മൾ പോയി നോക്കുമ്പോൾ അത് യൂണിവേഴ്സിറ്റി കോളേജിന് അപ്പുറം, അതായത് ഇവിടെ നിന്ന് AKG പഠന ഗവേഷണ കേന്ദ്രം മുതൽ കണ്ണി പൊട്ടാതെ അങ്ങ് യൂണിവേഴ്സിറ്റി കോളേജിന് മുൻവരെ ഉണ്ടായിരുന്നു. ഇവിടെ ആ ക്യൂവിന്റെ മുൻവശം VS-നെ കണ്ട് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങും. പക്ഷെ അപ്പോഴേക്കും ആ ക്യൂവിന്റെ നീളം പിന്നെ ബാക്കിലോട്ട് നീളുന്നു. അങ്ങനെ ആവാതിരിക്കാൻ കഴിയില്ല. തിരുവനന്തപുരത്തിന് അങ്ങനെ ആവാതിരിക്കാൻ കഴിയില്ല. VS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ അത്ഭുതം എന്ന് ഉറപ്പായും പറയാം. സമരസങ്ങളില്ലാത്ത സമരങ്ങളുടെ ഒരു രാഷ്ട്രീയ ആചാര്യൻ നമ്മുടെ കാലത്ത് അല്ലെങ്കിൽ VS-ന്റെ കാലത്ത് ജീവിച്ചിരുന്നു എന്ന് പറയുന്ന ഭാഗ്യമാണ് എന്ന് ഉറപ്പായി പറയാവുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ അവസാനമായി കാണാൻ ഇങ്ങോട്ടേക്ക് ആളുകളെ കൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതിനകത്ത് VS ഉണ്ട്. ഇതിനകത്ത് VS-നെ കാണാൻ ഇവിടെ തടിച്ചുകൂടി നൽകുന്ന മുദ്രാവാക്യം അത് തന്നെയാണ്. കണ്ണേ കരളെ VS എന്നൊറ്റ മുദ്രാവാക്യം തൊണ്ട പൊട്ടി വിളിച്ചുകൊണ്ട് VS ഇങ്ങോട്ട് വന്ന ആ സമയം മുതൽ തന്നെ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. പ്രവർത്തകർ ആര് പറഞ്ഞു മരിച്ചെന്ന് എന്ന് ചോദിക്കുന്നുണ്ട്. ആ പ്രവർത്തകർ ജീവനുള്ള നാൾ വരെയും, ഈ പാർട്ടിയുള്ള നാൾ വരെയും, ഈ കേരളമുള്ള നാൾ വരെയും, കേരളത്തിൽ രാഷ്ട്രീയമുള്ള നാൾ വരെയും VS ഞങ്ങളുടെയൊക്കെ ഓർമ്മകളിൽ സജീവമായി ഉണ്ട് എന്നുറപ്പ് VS-ന് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന പ്രവർത്തക 102 വർഷങ്ങൾ അല്ലെങ്കിൽ 101 വർഷങ്ങൾ എന്ന് പറയുന്നത് VS സജീവ രാഷ്ട്രീയം തുടങ്ങിയ ആ കാലം മുതൽ ഈ കാലം വരെ VS എക്കാലവും അത്ഭുതങ്ങളുടെ രാഷ്ട്രീയക്കാരനായിരുന്നു. നമുക്കറിയാം, നേരത്തെയും ഈ കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യം, പോരാളികളുടെ പോരാളി എന്ന മുദ്രാവാക്യം നമ്മൾ നേരത്തെയും കേട്ടു തെരുവുകളിൽ. പക്ഷെ ആ തെരുവുകളിൽ കേട്ട മുദ്രാവാക്യം VS-നെ ഈ നാടിന്റെ തലപ്പത്ത് എത്തിക്കാനുള്ള മുദ്രാവാക്യമായിരുന്നു. അവരെത്തിക്കുകയും ചെയ്തു. ജനം തീരുമാനിച്ചത് പാർട്ടി അറിയിക്കുന്ന മുദ്രാവാക്യം അത് കേട്ടത്. പക്ഷേ അങ്ങനെയല്ല. ഇക്കുറി പക്ഷേ ആ പ്രതീക്ഷയുടെ ഒരു നിറവുള്ള മുദ്രാവാക്യങ്ങളല്ല, ഇത് കണ്ണുനീരിന്റെ നനവുള്ള മുദ്രാവാക്യങ്ങൾ. ഇവിടെ ഇത് ഹൃദയാഴങ്ങളിൽ നിന്നും അവർ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. കണ്ണേ കരളെ VS, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവെ, പുന്നപ്പറയുടെ മണിമുത്തെ എന്നൊക്കെ അവർ വിളിക്കുന്നത് ഉറപ്പായും അവരുടെ ഹൃദയാഴങ്ങളിൽ നിന്ന് വേദന കൊണ്ട് വിളിക്കുന്ന മുദ്രാവാക്യമാണ്. അതിന് VS-ന് ഇല്ല. VS-ന് ഓർമ്മകളിൽ മാത്രമാണ്. VS ഭൗതികമായി ഇനി ഭൂമിയിൽ മറ്റന്നാൾ മുതൽ ഉണ്ടാവില്ല എന്ന തിരിച്ചറിവിൽ തന്നെ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളാണ്. VS മുന്നോട്ട് വെച്ച രാഷ്ട്രീയം അല്ലെങ്കിൽ VS ഉയർത്തിയ രാഷ്ട്രീയത്തിന്റെ ഒരു ആവേശ ജ്വാല അത് കെടില്ല എന്നതായി ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്ന VS-ന്റെ പ്രിയപ്പെട്ട ആരാധകർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർ ഉറപ്പ് നൽകുന്നു. മറ്റു നേതാക്കൾക്ക് അണികളുണ്ടാകും. പക്ഷേ VS അണികൾ മാത്രമായിരുന്നില്ല, VS-നുണ്ടായിരുന്ന ആരാധകർ തന്നെയായിരുന്നു ഉറപ്പായും പറയാം. VS-നെ പല കാലങ്ങളിൽ, പല പ്രായത്തിൽ, പല പരിച്ഛേദങ്ങളിലുള്ള ആരാധകർ VS-നൊപ്പം എല്ലാ കാലവും അണിചേർന്നു. അവർ എല്ലാ കാലവും VS-ന് ഒരുപക്ഷെ VS എപ്പോഴൊക്കെ ഒറ്റയാനായി മാറിയോ അപ്പോഴൊന്നും കേരളം അദ്ദേഹത്തെ ഒറ്റയാവാനും വിട്ടിട്ടില്ല. അവർ തെരുവിലേക്ക് ഇറങ്ങി. തെരുവിൽ VS-നുള്ള മുദ്രാവാക്യങ്ങൾ ഒന്നല്ല പലയാവർത്തി അങ്ങനെ മുഴങ്ങി. ആ മുഴക്കത്തിന്റെ തുടർച്ചയിൽ അത് ഒരിക്കൽ കൂടി അവസാനമായി VS-ന് വേണ്ടി ഇവിടെ ഹൃദയം തളർന്ന ചങ്ക് പൊടിഞ്ഞുള്ള മുദ്രാവാക്യങ്ങൾ കേൾക്കുന്നു. അവർ പറയുന്നത് അങ്ങനെ തന്നെയാണ്. ആര് പറഞ്ഞു മരിച്ചെന്ന് ഈ പാർട്ടിയുള്ള കാലം വരെ, ഞങ്ങളിൽ ചോരയുള്ള കാലം വരെ VS-ന്റെ ഓർമ്മകൾ അങ്ങനെ ജീവിക്കും എന്നവർക്ക് ഉറപ്പ് നൽകുന്നത്. ഇങ്ങോട്ട് നോക്കൂ. ഈ ക്യൂ ഇങ്ങനെ നീണ്ട് ഇതൊറ്റ ക്യൂ ആണ്. പക്ഷെ ഒറ്റ ക്യൂ ആണെങ്കിൽ കൂടിയും ഒരു 2-3 ക്യൂവിന്റെ എഫക്റ്റിൽ അവിടെ നിന്ന് യൂണിവേഴ്സിറ്റി കോളേജ് മുതൽ തന്നെ VS-നെ കാണാൻ വേണ്ടി ഇങ്ങനെ ഒഴുകി അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് മരിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ആദരം അർപ്പിക്കാൻ ഈ രാത്രി
ഈ രാത്രി ജനം ഇങ്ങനെ തെരുവിലേക്ക് ഇറങ്ങിയ കാര്യം അറിയില്ല. ആളുകൾ ഇങ്ങോട്ടേക്ക് ഓടി ഓടി വരികയാണ്. കാര്യം അപ്പോൾ ഒരു മുന്നറിയിപ്പ് വാഹനം മുന്നിൽ പോയി എത്രയും പെട്ടെന്ന് ഈ പൊതുദർശനം പൂർത്തിയാക്കി വീട്ടിലേക്ക്, അല്ലെങ്കിൽ PS മകന്റെ വീട്ടിലേക്ക് ഇവിടെ വേലിക്കകത്തെ കൊണ്ടുപോകേണ്ടതുണ്ട് എന്നൊരു മുന്നറിയിപ്പ് വാഹനം അല്പസമയം മുമ്പ് ഇങ്ങോട്ടേക്ക് പോയിരുന്നു. പക്ഷെ അതുകൊണ്ടാണ് പെട്ടെന്നാക്കുന്നു, വളരെ വേഗത്തിലാക്കുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് മുന്നിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് ഓടി ഓടി വരികയാണ് അവരുടെ പ്രിയപ്പെട്ട VS ഒരു നോക്കുന്നത് കാണാൻ വേണ്ടി. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ് നൂറുകണക്കിനായ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് വരുന്ന യൂണിവേഴ്സിറ്റി കോളേജിന്റെ അവിടെ നിന്ന് ഓടിയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. എനിക്ക് അവിടുത്തെ ഒരു മുന്നറിയിപ്പ് മുന്നറിയിപ്പ് കൊടുത്തു എത്രയും പെട്ടെന്ന് ആ പൊതുദർശനം പൂർത്തിയാക്കണം എന്നുള്ള കാര്യം. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, ആ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് കുറേയധികം ആളുകൾ ഓടി വീണ്ടും ഇങ്ങോട്ടേക്ക് ആ ക്യൂ പതി ഇല്ലാതാവുകയും വീണ്ടും നമ്മൾ ആദ്യം കണ്ടതുപോലെയുള്ള ഒരു ജനസഹസ്രങ്ങളുടെ ഫോർമാറ്റിലേക്ക് ആൾക്കൂട്ടം മാറുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഉയരുന്ന മുദ്രാവാക്യം കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യം ഉയരുന്നു. കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ ഇത്രത്തോളം ആർദ്രതയോടെ, ഇത്രത്തോളം ഹൃദയവായ്പോടെ, ഇത്രത്തോളം വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും